മച്ചന്മാരെ അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മുടെ സൈക്കിളിൻ്റെ വീലാണ് കേട്ടോ. ഈ ഒരു ബൈക്കിൻ്റെ വീലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയിലത്തെ ബൈക്കിൻ്റെ വീലായിരുന്നു. ഈ ഒരു വീലിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു വീല് ഊരെടുത്തിട്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്, വീലിൻ്റെ ഭാഗം കാണിച്ചത്. ഈ വീലിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇഷ്യൂസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ വണ്ടീനെ നിങ്ങൾക്ക് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇതും ഇതേപോലെ മര്യാദക്ക് നമ്മൾ കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു പൈസ നമുക്ക് അതിലും ചെലവാക്കാൻ പറ്റാവുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതായത് വണ്ടിയുടെ ഒരു സൈക്കിളിന്റെ മെയിൻ ആയിട്ടുള്ള മൂവ്മെന്റ് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു മൂവ്മെന്റ് കൂട്ടുന്ന നല്ല സ്മൂത്ത് ആയിട്ടുള്ള റൈഡിങ്ങിന് സഹായിക്കുന്ന മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ സൈക്കിളിന്റെ ഹബ്ബ് എന്ന് പറയുന്നത്. ഹബ്ബില് മെയിൻ ആയിട്ടുള്ള ഘടകം ഏതാണ്? വീലാണ് വരുന്നത്. ഹബ്ബും സ്പോക്കും റിമും കൂടി വെക്കുമ്പോഴാണ് ഒരു വീലായിട്ട് വരുന്നത്. അപ്പൊ ഈ ഹബിന്റെ ഉള്ളിലത്തെ ബെയറിങ്സോ കാര്യങ്ങളോ ഡാമേജ് ആയി കഴിഞ്ഞാലോ നമ്മൾ അറിയില്ല, നമ്മളത് കൊണ്ട് പിന്നെയും കൊണ്ട് നടക്കും. ഈ ഒരു ബൈക്കിന്റെ മൂവ്മെന്റ് കണ്ടോ, ഞാനിത് കറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് കസ്റ്റമർ റൈഡ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കും, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നല്ല ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ട് നിൽക്കും അല്ലേ. ഇതിപ്പോഴാ നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്താണെങ്കിൽ പോലും നല്ല ഫ്രീ ആയിട്ടുള്ള ഒരു കറക്കാണ് നമുക്ക് കാണുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും എവിടെന്നെങ്കിലും ഒക്കെ ഒരു ചടപട സൗണ്ടുകളോ കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് കാണാം. അപ്പൊ ഈ ബൈക്കിന് ശരിക്കും പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് കസ്റ്റമർ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുക. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്താണ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ബൈക്കിന്റെ പുതിയ ബൈക്കോ പഴയ ബൈക്കോ ഏതോ ആയിക്കോട്ടെ, നിങ്ങളുടെ ബൈക്കിന്റെ വീല് ജസ്റ്റ് ഒന്ന് ഊരി നോക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ ഫ്രീ ആയിട്ടുള്ള ഭാഗം, കസറ്റിന്റെ ഭാഗം തന്നെ ആവണമെന്നില്ല, അതിന്റെ അപ്പുറത്തെ ആക്സിൽ പോകുന്ന മെയിൻ ആയിട്ടുള്ള ഈ സൈഡിലാണുള്ള ബെയറിംഗ് ഉള്ളത്, ഇതിന്റെ ഉള്ളിലാണ് ബെയറിങ്ങോ അല്ലെങ്കിൽ ബോൾ റേസറോ ഉള്ളത്. അപ്പൊ അതിന്റെ ഈ ഒരു ഭാഗം വെറുതെ തിരിച്ചു നോക്കാം, ഫ്രീ ആണോ നോക്കാം. കണ്ട, ഞാനിത് ഇത്രയും ബലം പിടിക്കുന്നുണ്ട്, ബലം പിടിച്ചിട്ട് പോലും കണ്ട ഇത്രയും ടൈറ്റാ. എനിക്കത് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. നല്ല ടൈറ്റാണ് ഈ കാണുന്ന ആക്സിൽ. അപ്പോൾ ഇതിന്റെ ഉള്ളിലത്തെ ബെയറിങ്ങും ഏകദേശം അതിനനുസരിച്ച് പ്രശ്നം ആയിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണ്, നമ്മൾ കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഉള്ളിലത്തെ ഡാമേജ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല എന്ന് മാത്രം. ഒറ്റ പ്രശ്നം കാരണം മാത്രം വണ്ടിയുടെ പെർഫോമൻസ് മൊത്തത്തിൽ പോകും. അപ്പൊ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് കിട്ടിയിരുന്ന ബൈക്ക് ആണെങ്കിൽ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ പെർഫോമൻസ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഇഷ്യൂ ആണ്. അപ്പൊ നിങ്ങൾ മെക്കാനിക്സിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു ഫീലിംഗ് അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇതൊന്ന് ലൂസ് ആക്കിയിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കാൻ പറയാം. എല്ലാത്തിനും ഓരോ ടോർക്കുകളുണ്ട്. ടോർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ടോർക്ക് റേഞ്ച് മാത്രം വെച്ച് ചെയ്യുന്നതല്ല, ഇതിനൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റും കൂടി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചില ബൈക്കുകളുടെ ബെയറിങ്ങിനല്ല പ്രശ്നം, ബെയറിങ്ങും എക്സ്പെൻസീവ് ആണ്, അതേപോലെ തന്നെ ചില ബോൾസുകൾ എക്സ്പെൻസീവ് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ കാണുന്ന ഹബ്ബ്, ഇപ്പോ ചിലതിന്റെ ഹബിന്റെ ഉള്ളിലത്തെ കപ്പും കോണും കംപ്ലൈന്റ് ആയാൽ പോലും നമുക്ക് ആ സാധനം മാറ്റണമെന്നുണ്ടെങ്കിൽ നല്ല പ്രൈസ് വരുന്ന സാധനങ്ങളാണ്. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ ബൈക്കിന് ഫ്രീ ആയിട്ടാണോ മൂവ്മെന്റ് ഉള്ളത് എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ള മെക്കാനിക്സിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു അടുത്ത ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്ക് ഷോപ്പിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക. അപ്പൊ തന്നെ നിങ്ങളുടെ കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ കൈയോടെ അതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ കുറെ നാളത്തേക്ക് പിന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ബൈക്ക് ഓടിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ കാണിച്ചു തന്ന ആ ഒരു ബാക്കിലത്തെ വീലിന്റെ സെയിം വീൽ തന്നെയാണിത്. അതായത് ഫ്രണ്ട് വീലാണ്. ഈ ഫ്രണ്ട് വീലിന്റെ മൂവ്മെന്റ് കണ്ടോ, ഞാൻ വെറുതെ ഒരു കൈ കൊണ്ട് ഒരു വിരലുകൊണ്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് തന്നെ കറക്കണുള്ളൂ. ഇത്രയും ഫ്രീയില് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബാക്കിലത്തെ വീലും അത്രയും ഫ്രീ ഉണ്ടെങ്കിലാണ് വണ്ടിയുടെ മൂവ്മെന്റ് നല്ല ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. വണ്ടിയുടെ വീലിന്റെ മാത്രമല്ലാത്ത പ്രശ്നം വരാം, ആ വീല് ഹബ്ബ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ ആക്സിലും ബെയറിങ്സും കൂടി സ്റ്റക്ക് ആയി അല്ലെങ്കിൽ അത്രയും ടൈറ്റ് ആയി കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കണ്ട പോലെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ കൂടുതൽ ലോഡ് ഇതിലേക്ക് എടുക്കാൻ നോക്കും. അപ്പൊ നമ്മൾ എന്തുണ്ടാവുക, നമ്മൾ എത്ര നല്ല പുതിയ കസറ്റ് ആണെങ്കിലും ചെയ്യാനാണെങ്കിലും ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഹബ്ബ് നല്ല ഓവർ ടൈറ്റ് ആണെങ്കിൽ പോലും ഇത് കൂടുതൽ എന്താ പറയുക, കൂടുതലായിട്ടുള്ള ടെൻഷൻ എടുക്കാൻ വേണ്ടി നോക്കും. അപ്പൊ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിനെ കൂടുതൽ വീലിന് കൂടുതൽ മൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ ഇതിത്തെ തീത്തുകൾ, നിങ്ങളുടെ ഇപ്പൊ കസറ്റിന്റെ തീത്തുകൾ ഓരോന്ന് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. കണ്ടോ, അപ്പോൾ നമ്മൾ ഏത് ഗിയറിലാണ് ഇട്ട് യൂസ് ചെയ്യുക, ആ ഒരു ഗിയറിന്റെ തീത്തുകൾ പെട്ടെന്ന് ഡാമേജ് ആയി പോകും. നമുക്ക് ഈ ഒരു തീത്ത് മാത്രമായിട്ട് മാറ്റാൻ പറഞ്ഞാൽ എളുപ്പമല്ല. പിന്നെ മാത്രമല്ല, നിങ്ങളിപ്പോൾ 11 സ്പീഡൊക്കെ ആയിട്ടുള്ള ബൈക്കുകളാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഷിമാനോന്റെ 105 അതേപോലെ തന്നെ അൾട്ടിഗ്ര ഡ്യൂറൈസോ അല്ലെങ്കിൽ 10 സ്പീഡിന്റെ ടിയാഗ്ര പോലത്തെ ബൈക്കുകളാണെങ്കിൽ പോലും അതിന്റെ കസറ്റിനൊക്കെ ഇപ്പോൾ നല്ല കോസ്റ്റിയാണ്. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 4900, 5000, 5600 പല റേറ്റ് വരെ ഇപ്പോൾ ഓരോ കസറ്റിനും റേറ്റ് വരുന്നുണ്ട്. സോ
അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ബൈക്ക് യൂസ് ചെയ്യാം കേട്ടോ. വരെ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഇവിടെ തളിക്കുളം ചേർക്കരയിലാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പ്രീമിയം ബൈക്കുകളുടെ സർവീസുകൾ വേണമെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നോട്ടെ. നമ്മളെല്ലാവിധ കസ്റ്റം വർക്കുകൾ പോലും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇവിടേക്ക് പോരാം. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് താഴെ ഇതിലിടാം. അപ്പൊ ഒരു അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.